നാളെ പൊരുത്തപ്പെടിക്കാമെന്ന് പറയാൻ നാളത്തേക്ക് എൻ്റെ ആയുസ്സിൻ്റെ എന്ത് ഗ്യാരണ്ടിയാ? അള്ളാഹു അവന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കും നമ്മുടെ മുഴുവൻ രക്ഷിതാക്കൾ ഉസ്താദുമാർ ഇഷ്ടജനങ്ങളിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നിർത്തിവെക്കാൻ നമുക്ക് അവസരമില്ല. അള്ളാഹു ഇന്ന് നമ്മുടെ റൂഹ് പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ റൂഹ് പിടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീട്ടിവെച്ചാൽ അവസരം നഷ്ടപ്പെടാം. ഓരോ സമയം ഇങ്ങനെ കടന്നു പോകുന്നതിനെ കുറിച്ച് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇർതഹലത്തി ദുനിയാ മുദ്ബിറാ വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബിലാ വലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയാ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുമ്പോ നീ അടുക്കുന്നത് പാരത്രിക ലോകത്തിലേക്കാണ്, റബ്ബിലേക്കാണ് കേട്ടോ, ആഖിറത്തിലേക്കാണ് നീ അടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഖിറം എന്ന ചിന്തയിൽ ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, ആഖിറം എന്ന ചിന്തയിലാണ് നീ ഉണ്ടാവേണ്ടത്. അവിടെ ആഖിറത്തിന്റെ ചിന്തയിൽ ജീവിക്കുന്ന വിഭാഗം ആളുകൾക്കാണ് അവിടെ വലിയ സലാമത്തുള്ളത്. ആ കൂട്ടത്തിൽ നീ പെടണേ. അതാണ് നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നത്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിൽ ഹസനത്ത് വേണോ, ഇവിടെ നന്മ വേണോ? പോരാ, ആഖിറത്തിലും നന്മ വേണേ, അദാബിൽ നിന്ന് സലാമത്ത് വേണേ. ഈ ദുആ എല്ലാ ദുആയിലും കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ആ രൂപത്തിലാവണം നമ്മുടെ ജീവിതവും. ഇവിടെയും നന്മ കൊണ്ട് ആഖിറത്തിൽ ഒരുപാട് നന്മ ലഭിക്കുന്നവരാകണം. അതുകൊണ്ട് മരണം ഉറപ്പാണ്. എപ്പോഴാണ് എവിടെയാണെന്നറിയില്ല. മഹാന്മാര് പറഞ്ഞില്ലേ, അൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി, കാലിൽ ധരിക്കുന്ന ചെരുപ്പിന്റെ വാറ് തുണിയോട് ചേർന്ന് കിടക്കുന്നത് പോലെ മരണം കൂടെയുണ്ട്. അതുകൊണ്ട് എന്റെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഇന്നങ്ങ് മരിച്ചാൽ കൊണ്ടുപോകാൻ എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഒന്നും കൈകളിലില്ലാതെ പോയാൽ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടോ? അതുകൊണ്ട് നന്നാവേണ്ട സമയമാണ്. ഇനി തിന്മ വേണ്ട, ഒരാളെയും കുറ്റം പറയണ്ട, ഗീബത്ത് പറയണ്ട, ഫിത്നയുണ്ടാക്കണ്ട, കുടുംബ ബന്ധങ്ങളിൽ ഭിന്നത വേണ്ട, നാട്ടില് ഫസാദ് വേണ്ട, വർഗീയത വേണ്ട, വിഭാഗീയത വേണ്ട. ഞാൻ മരിച്ചു പോകും, എന്റെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഒരുപാട് ഒരുക്കങ്ങൾ നടത്തണോ? കൈഫ റഹീലു ബിലാ സാദിൻ ഇലാ വതനി ലാ യൻഫഉൽ മർഅ ഫീ ഗൈരി തഖ്വാഹു. മഹാന്മാര് പറഞ്ഞില്ലേ, ഇവിടുന്ന് ആഖിറ ലോകത്തേക്കുള്ള യാത്രയിൽ നിനക്ക് ഉപകരിക്കുമെന്നുറപ്പുള്ള അമല് തഖ്വയിൽ അധിഷ്ഠിതമായ ഇബാദത്തുകളാണ്. അതുകൊണ്ട് ഉള്ള സമയം അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുക. അല്ലാഹു റബ്ബി എന്ന ഒരു ചിന്തയിൽ ജീവിക്കുക. എന്നെ എന്റെ റബ്ബ് കാണുന്നുണ്ട്, എല്ലാ സമയവും അല്ലാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്ത് കാണുന്നോ അല്ലാഹു അറിയുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. നിന്റെ കണ്ണുകൊണ്ട് നീ ആരും അറിയാതെ കട്ടുനോട്ടം നടത്തുന്നുണ്ടോ? അതും അല്ലാഹു അറിയുന്നുണ്ട്. നിന്റെ ഖൽബിന്റെ അകത്തളങ്ങളിൽ ആരും അറിയാതെ എന്തൊരുക്കങ്ങൾ നടത്തുന്നോ? അതും അല്ലാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു റബ്ബി എന്ന ചിന്തയിലാണ്
നമ്മുടെ ജീവിതം ഉണ്ടാകേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ റബ്ബ് ഇബാദത്തുകൾക്ക് പരിധിയില്ലാത്ത പ്രതിഫലങ്ങൾ നൽകുന്ന ഒരു മാസം നമുക്ക് തരുമ്പോ അതിന്റെ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുക. അതോടൊപ്പം ജീവിതത്തിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക. എത്ര സ്വലാത്തുകൾ കഴിയുമോ അത്രയും സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കുക. ആ സ്വലാത്ത് തള്ളിക്കളയൂലല്ലോ, ആ സ്വലാത്ത് നഷ്ടപ്പെടൂലല്ലോ. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. എത്ര സ്വലാത്ത് ഇല്ലണോ. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ല, നബിയേ എത്ര സ്വലാത്താണ് ഞാൻ ചൊല്ലേണ്ടത്, അധികരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് പറഞ്ഞു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഉബയ്യേ ഉദ്ദേശിക്കുന്നത്ര ചൊല്ലിക്കോ. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ പറഞ്ഞത് യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ ജീവിതത്തിൽ 4 ഭാഗം അവിടുത്തെ സ്വലാത്ത് ചൊല്ലിയാൽ മതിയോ? അധികരിപ്പിച്ചാൽ ഖൈറുണ്ട്, ഉദ്ദേശിച്ചത്ര ചൊല്ലിക്കോ. അങ്ങനെ അവസാനം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അജ്അലു ലക സ്വലാത്തി കുല്ലഹാ, ഞാൻ എന്റെ ജീവിതം മുഴുവനും അവിടുത്തെ സ്വലാത്തിലായി അവിടുത്തെ മദ്ഹിലായി മാറ്റിവെക്കാം. ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള ഉപ്പമാരെ, ആ സമയത്ത് തങ്ങൾ കൊടുക്കുന്ന എന്താണെന്നറിയുമോ? എനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചാൽ ഇതെന്തുക, നീ ഒരു ടെൻഷൻ അടിക്കണ്ട, നിനക്കൊരു പ്രയാസവുമില്ല.